എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷയായിട്ടുള്ള കീം 2025 പ്രവേശന പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് പ്രസിദ്ധീകരിച്ചു. അതായത് അഡ്മിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ പരീക്ഷ എഴുതാനായിട്ട് വേണ്ട ഹാൾ ടിക്കറ്റ് പോലുള്ള ഒന്നാണ് അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഹാളിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കണമെങ്കിൽ, അതായത് പരീക്ഷാ ഹാളിൽ പ്രവേശിക്കണമെങ്കിൽ അഡ്മിറ്റ് കാർഡ് ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് നിലവിൽ വെബ്സൈറ്റ് വഴി, അതായത് കീം വെബ്സൈറ്റ് വഴി ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ce.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം കീം 2025 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജിൽ നൽകിയിട്ടുണ്ട്, ഈ ഒരു കീം 2025 എഞ്ചിനീയറിംഗ് ഓർ ഫാർമസി അഡ്മിറ്റ് കാർഡ് ക്യാൻ ബി ഡൗൺലോഡഡ് ഫ്രം ദ കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എഞ്ചിനീയറിംഗ് പരീക്ഷാ തീയതി എന്ന് പറയുന്നത് ഈ ഒരു ഏപ്രിൽ 23 തീയതിയും അതുപോലെ തന്നെ ഏപ്രിൽ 25 തീയതി മുതൽ ഏപ്രിൽ 29 തീയതി വരെയുമാണ്. അതായത് ഏപ്രിൽ 23, 25, 26, 27, 28, 29 ഈ ഒരു തീയതികളിലാണ് ഈ ഒരു എഞ്ചിനീയറിംഗ് പരീക്ഷ. ഫാർമസി പരീക്ഷ നടക്കുന്നത് ഈ ഒരു ഏപ്രിൽ 24 തീയതിയും അതുപോലെ തന്നെ ഏപ്രിൽ 29 തീയതിയും ഈ ഒരു 2 ദിവസങ്ങളായിട്ടാണ് ഫാർമസി പരീക്ഷ നടത്തുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആദ്യം തന്നെ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം പിന്നീട് ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ ഓപ്ഷൻ കാണാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകുക, അതായത് നിങ്ങളുടെ കീമിൻ്റെ ആ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ലഭിച്ച ആപ്ലിക്കേഷൻ നമ്പർ നൽകുക, അതുപോലെ തന്നെ പാസ്വേഡ് നൽകുക, ആക്സസ് കോഡ് നൽകുക, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇനി ചില വിദ്യാർത്ഥികൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കാതെ അവസരമുണ്ടാകും. അപ്പോൾ അഡ്മിറ്റ് കാർഡ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അവിടെ മെമോ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ എന്താണ് എറേഴ്സ് കാണിച്ചിട്ടുള്ളത്, ആ ഒരു കാര്യം എന്താണ് അത് പരിഹരിക്കുക. ചില വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് കോഴ്സ് ചെയ്യാനായിട്ട് അവസരം നൽകിയ സമയത്ത് കോഴ്സ് ആഡ് ചെയ്തിട്ടുണ്ടാകും, എന്നാൽ ഫീസ് നൽകിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ആ ഒരു കാരണമായിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാത്തതുമായി ബന്ധപ്പെട്ടതാകാം. അതുപോലെ നിങ്ങളുടെ ഫോട്ടോ അല്ലെങ്കിൽ ഒപ്പ് എന്നിവയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടാവാം. എന്താണ് മെമോ ഡീറ്റെയിൽസിൽ പറഞ്ഞിട്ടുള്ളത്, ആ ഒരു കാര്യം പരിഹരിക്കുക. അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്, അപ്പോൾ ചില വിദ്യാർത്ഥികൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, വിദ്യാർത്ഥികൾക്ക് എഞ്ചിനീയറിംഗ് പരീക്ഷയുടെ ടൈം കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫാർമസിയുടെ പരീക്ഷയുടെ ആ ഒരു കാര്യം കാണിക്കുന്നില്ല. അതായത് എഞ്ചിനീയറിംഗ് പരീക്ഷയുടെ കാര്യം കാണിക്കുന്നുണ്ട്, അതായത് എഞ്ചിനീയറിംഗ് പരീക്ഷയുടെ ഡേറ്റും ടൈമും ഒക്കെ കാണിക്കുന്നുണ്ട്, എന്നാൽ ഫാർമസിക്ക് കൂടി ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്, എന്നാൽ ഫാർമസിയുടേത് കാണിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്ന് പറയാം. എഞ്ചിനീയറിംഗും അതുപോലെ തന്നെ ഫാർമസി പരീക്ഷയും ഇത് ഈ ഒരു 2 പരീക്ഷയിലും കോമൺ ആയിട്ട് വരുന്ന ഒരു സബ്ജക്റ്റാണ് ഫിസിക്സും കെമിസ്ട്രിയും. അപ്പോൾ ഈ ഒരു എഞ്ചിനീയറിംഗ് പരീക്ഷയിൽ വരുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ മാത്സ് എന്നിവയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഫാർമസിയിൽ വരുന്നത് ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയാണ്. അപ്പോൾ നിങ്ങൾ എഞ്ചിനീയറിംഗിനും ഫാർമസിയും രണ്ടിനും അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഈ ഒരു എഞ്ചിനീയറിംഗ് പരീക്ഷ എന്ന സമയത്ത് ഫിസിക്സും കെമിസ്ട്രിയും മാത്സും എഴുതുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക്, അതായത് വിവിധ സെഷനായിട്ടാണ് ഈ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ക്വസ്റ്റ്യൻസിൽ ഈ ഒരു ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇതിൽ നിന്നും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവിടെ ക്വസ്റ്റ്യൻസിൻ്റെ നിങ്ങൾ റെസ്പോൺസ് ചെയ്യുന്ന ആൻസേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് സിസ്റ്റം സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് പരീക്ഷയാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ കൂടി നിങ്ങളുടെ എഞ്ചിനീയറിംഗ് പരീക്ഷയിൽ, അതായത് എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയുടെ മാർക്ക് എടുക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫാർമസി എങ്കിൽ നിങ്ങൾ ഫാർമസിക്ക് കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എഞ്ചിനീയറിംഗ് പരീക്ഷയിലെ ഫിസിക്സ്, കെമിസ്ട്രി എന്നീ 2 സെഷനിൽ കിട്ടിയിട്ടുള്ള, അതായത് സെഷൻ എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ സെഷൻ 1, സെഷൻ 2 ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. അപ്പോൾ അതിൽ നിന്നും ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയുടെ മാർക്ക് മാത്രം എടുത്തുകൊണ്ട് ഫാർമസി റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ട് പരിഗണിക്കും. അതുപോലെ നിങ്ങൾ ഫാർമസിക്ക് മാത്രം അപേക്ഷിച്ച ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ ഫാർമസിക്ക് മാത്രമായിട്ട് സെപ്പറേറ്റ് പരീക്ഷ 24, 29 തീയതികളായിട്ടാണ് നടക്കുക. അപ്പോൾ ഈ ഒരു ഡേറ്റിൽ എപ്പോഴെങ്കിലുമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയുടെ ഡേറ്റ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എഞ്ചിനീയറിംഗിനും അതുപോലെ തന്നെ ഫാർമസിക്കും അപേക്ഷിച്ചിട്ടുണ്ട്, ഇവ രണ്ടിനും അപേക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ദിവസമാണ് പരീക്ഷ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ദിവസത്തെ ആ ഒരു പരീക്ഷയിൽ ലഭിക്കുന്ന മാർക്കിൽ നിന്നും ഈ ഒരു ഫാർമസിക്ക് വേണ്ട ആ ഒരു മാർക്കുകളെ അതിലേക്കും, എഞ്ചിനീയറിംഗിന് വേണ്ട ആ ഫുൾ സബ്ജക്റ്റിൻ്റെ അതായത് ആ ഒരു പരീക്ഷയുടെ ഫുൾ മാർക്കിനെ ആ ഒരു എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കും പരിഗണിക്കുന്നതായിരിക്കും. ഫാർമസി മാത്രം സെലക്ട് ചെയ്തവർക്ക് ഫാർമസി പരീക്ഷ മാത്രമാണ് ഉണ്ടാവുക. അതിൽ ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയാണ് ഉണ്ടാവുക. എഞ്ചിനീയറിംഗ് ഫാർമസിയും സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 2 പരീക്ഷയും കൂടി ഒരുമിച്ച് എഞ്ചിനീയറിംഗ് പരീക്ഷയോടുകൂടിയാണ്, അതായത് ഒരു പരീക്ഷയായിട്ടാണ് നടത്തുക. അപ്പോൾ അതുകൊണ്ടാണ് വിദ്യാർത്ഥികൾക്ക് എഞ്ചിനീയറിംഗിനും ഫാർമസിക്കും അപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു ദിവസം എഞ്ചിനീയറിംഗ് പരീക്ഷയുടെ മാത്രം എക്സാം കാണുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം അതുകൊണ്ടാണ് എന്നുള്ളത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഈ ഒരു അഡ്മിറ്റ് കാർഡ് കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നോട്ടിഫിക്കേഷൻസിൽ കൊടുത്തിട്ടുണ്ട്, അഡ്മിറ്റ് കാർഡ് ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ അഡ്മിറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ
നോട്ടിഫിക്കേഷൻസ് കൊടുത്തത് കാണാൻ സാധിക്കും. അപ്പോൾ ജസ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻസിൽ പറഞ്ഞിട്ടുള്ളത് അതായത് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നും അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നുള്ളതും അതുപോലെ തന്നെ ഈ ഒരു എക്സാമിനേഷൻ ഡേറ്റും കാര്യങ്ങളൊക്കെയുമാണ്. അപ്പോൾ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ നിങ്ങൾക്ക് എപ്പോഴാണ് എക്സാം, ഏത് സമയത്താണ് എക്സാം എന്നുള്ള ഡീറ്റെയിൽസ് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു പരീക്ഷ നടക്കുന്നത് മുംബൈ, അതുപോലെ തന്നെ ന്യൂഡൽഹി, അതുപോലെ ചെന്നൈ, ബാംഗ്ലൂരു, ദുബായ് എന്നിവിടങ്ങളിലായിട്ടാണ് ഈ ഒരു പരീക്ഷ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ആക്സസ് കോഡ് നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്നും അഡ്മിറ്റ് കാർഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരു എഞ്ചിനീയറിംഗ് കോഴ്സിനും അതുപോലെ ഫാർമസി കോഴ്സിനുമാണ്. എഞ്ചിനീയറിംഗിനും ഫാർമസിക്കും ഇവ രണ്ടിനും അപേക്ഷിച്ചവർക്ക് എഞ്ചിനീയറിംഗിൻ്റെ ആ ഒരു എക്സാമിനേഷൻ്റെ ആ ഒരു ഡേറ്റും ടൈമുമാണ് ഉണ്ടാവുക. അതുപോലെ ഫാർമസി മാത്രം അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് ഫാർമസിയുടെ ആ ഒരു ഡേറ്റും ടൈമും മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ പ്രത്യേകം നൽകിയിട്ടുണ്ട് അഡ്മിറ്റ് കാർഡ് വിൽ നോട്ട് ബി അവൈലബിൾ ടു കാൻഡിഡേറ്റ് ഹൂ ഹാവ് അപ്ലൈഡ് ഫോർ മെഡിക്കൽ ഓർ ആർക്കിടെക്ചർ കോഴ്സസ് ബട്ട് ദേ ക്യാൻ ലോഗിൻ ടു ദ പ്രൊഫൈൽ പേജ് ടു വ്യൂ കറന്റ്ലി സ്റ്റാറ്റസ് ദെയർ റെസ്പെക്റ്റീവ് ആപ്ലിക്കേഷൻ. അതായത് നിങ്ങൾ മെഡിക്കൽ കോഴ്സുകളോ അല്ലെങ്കിൽ മെഡിക്കൽ അലൈഡ് കോഴ്സുകളോ അല്ലെങ്കിൽ ആർക്കിടെക്ചർ കോഴ്സുകൾക്കോ അപേക്ഷിച്ചൊരു വിദ്യാർത്ഥിയാണ്. എഞ്ചിനീയറിംഗിനും ഫാർമസിക്കും നിങ്ങൾ അപേക്ഷിച്ചിട്ടില്ല. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അഡ്മിറ്റ് കാർഡ് കിട്ടില്ല. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ കറൻറ്റ് സ്റ്റാറ്റസ് എന്താണോ അത് നിങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കാതെ എഞ്ചിനീയറിംഗിനും ഫാർമസിക്കും അപേക്ഷിച്ച വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് രണ്ടിനും അപേക്ഷിച്ചിട്ടും നിങ്ങൾക്ക് ഈ ഒരു അഡ്മിറ്റ് കാർഡ് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിലെ മെമോ ഡീറ്റെയിൽസ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് എന്താണ് ആപ്ലിക്കേഷനിലെ തെറ്റ് എന്നുള്ളത് മനസ്സിലാക്കാവുന്നതാണ്. ചില വിദ്യാർത്ഥികൾക്ക് ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ എന്നിവയിലെ തെറ്റായിരിക്കും. ചില വിദ്യാർത്ഥികൾക്ക് 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള തെറ്റായിരിക്കും. അതായത് ചിലപ്പോൾ ക്ലാരിറ്റി ഒക്കെ കുറവായത് കാരണമൊക്കെ ആയിരിക്കും. അപ്പോൾ എന്താണ് റീസൺ കാണിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യവും അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ കോഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നതിനായിട്ടുള്ള ഒരു അവസരം നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് അതിനാവശ്യമായിട്ടുള്ള ബാലൻസ് ഫീസും കാര്യങ്ങളും അപ്ലോഡല്ല പേയ്മെൻറ്റ് ചെയ്യാത്ത വിദ്യാർത്ഥികളുണ്ടാവും. അങ്ങനെ പേയ്മെൻറ്റ് ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അഡ്മിറ്റ് കാർഡ് കിട്ടില്ല. അതെന്താണെന്നുള്ള മെമോ ഡീറ്റെയിൽസിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ പേയ്മെൻറ്റ് ആണെങ്കിൽ പേയ്മെൻറ്റ്, എന്തെങ്കിലും അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോയതാണ് അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്തത് ക്ലാരിറ്റി കുറവാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിഹരിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള PDF രൂപത്തിലുള്ള ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ലാസ്റ്റ് ഡേറ്റ് ഫോർ അപ്ലോഡിംഗ് ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, ക്ലാസ് X സർട്ടിഫിക്കറ്റ് അതായത് 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് ഈസ് 4 PM ഓൺ 21, അതായത് ഈ ഒരു ഏപ്രിൽ 21-ാം തീയതി വൈകുന്നേരം 4 മണിക്കകം നിങ്ങളുടെ ഈ ഒരു എന്തെങ്കിലും ആപ്ലിക്കേഷനിലെ മെമോ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള തെറ്റുകൾ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ഏപ്രിൽ 21-ാം തീയതി വൈകുന്നേരം 4 മണിക്കുള്ളിലായിട്ട് നിങ്ങളുടെ ആ ഒരു ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് കൊണ്ടുപോകേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് സ്കൂൾ ഐഡൻറ്റിറ്റി കാർഡ്, അതല്ലെങ്കിൽ പാൻ കാർഡ്, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ്, അല്ലെങ്കിൽ വോട്ടർ ID, അല്ലെങ്കിൽ ആധാർ കാർഡ്, അല്ലെങ്കിൽ ആധാർ, അല്ലെങ്കിൽ പാസ്പോർട്ട്, അല്ലെങ്കിൽ റേഷൻ കാർഡ്, അല്ലെങ്കിൽ ക്ലാസ് 12 ഹാൾ ടിക്കറ്റ്, അല്ലെങ്കിൽ അഡ്മിറ്റ് കാർഡ്, അതുപോലെ തന്നെ അതല്ലെങ്കിൽ ബാങ്ക് പാസ്ബുക്ക് ഓൾ വിത്ത് ഫോട്ടോഗ്രാഫ് ക്യാൻ ബി യൂസ്ഡ് ആസ് ID പ്രൂഫ്. ഇത്രയും ഡോക്യുമെൻ്റ് ID പ്രൂഫായിട്ട് ഉപയോഗിക്കാം. അതുപോലെ ഇൻ ദ ആബ്സെൻസ് ഓഫ് ദീസ് ഡോക്യുമെൻറ്റ്സ് കാൻഡിഡേറ്റ് ക്യാൻ produce a certificate of identity obtained from the head of the institution where the candidate completed his/her +2 or from a gazetted officer എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ ഒരു ഡോക്യുമെൻറ്റ്സ് ഒന്നും ഇല്ല എങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഗസ്റ്റഡ് ഓഫീസറുടെ കയ്യിൽ നിന്നും നിങ്ങൾക്ക് അതായത് ഇന്ന സ്കൂളിൽ നിങ്ങൾ ഈ ഒരു +2 പഠിച്ച വിദ്യാർത്ഥിയാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. ദ സർട്ടിഫിക്കറ്റ് ഷുഡ് ബി കണ്ടെയ്ൻ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഓഫ് ദ കാൻഡിഡേറ്റ് ഡ്യൂലി അറ്റസ്റ്റഡ് ബൈ ദ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ഗസ്റ്റഡ് ഓഫീസർ. അത് നിങ്ങളുടെ ഫോട്ടോ ഒട്ടിച്ചിട്ട് വേണം അത് എടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ ഒരു വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കുക. അതുപോലെ തന്നെ റിവൈസ്ഡ് ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. റിവൈസ്ഡ് ഷെഡ്യൂൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ റിവൈസ്ഡ് ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റിവൈസ്ഡ് ഷെഡ്യൂൾ കൊടുത്തിട്ടുള്ളത് എഞ്ചിനീയറിംഗ് പരീക്ഷ 23-ാം തീയതി മുതൽ അതുപോലെ 24, 26 അതായത് 23, 25, 26, 27, 28, 29 തീയതികളായിട്ട് ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. റിപ്പോർട്ടിംഗ് ടൈം എന്ന് പറയുന്നത് 2 മണിക്കൂർ മുമ്പാണ്. അതായത് 2 മണിക്ക് പരീക്ഷയാണെങ്കിൽ ഏകദേശം 12 മണിക്ക് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. അതുപോലെ ഫാർമസി കോഴ്സിൻ്റെ സെഷൻ 1 എന്ന് പറയുന്നത് 24-ാം തീയതിയാണ്. അപ്പോൾ 24-ാം തീയതി 11:30 മുതൽ 1 മണി വരെയാണ് ഈ ഒരു പരീക്ഷ. അപ്പോൾ 11:30 ആകുമ്പോൾ ഏകദേശം നിങ്ങൾ 9:30 ആ ഒരു എക്സാം സെൻറ്ററിൽ നിങ്ങൾ ഹാജരാവണം. അതുപോലെ 24-ാം തീയതി സെഷൻ 2 ഉണ്ട്. അത് 3:30 മുതൽ 5 മണി വരെയാണ്. 3:30 ആകുമ്പോൾ പരീക്ഷ 3:30 ആകുമ്പോൾ ഏകദേശം നിങ്ങൾ 1:30 ആ ഒരു എക്സാം സെൻറ്ററിൽ റിപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ 29-ാം തീയതി ഫാർമസി പരീക്ഷ 10 മണി മുതൽ 11:30 വരെയാണ്. അപ്പോൾ 10 മണി മുതൽ 11:30 വരെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏകദേശം ഒരു 10 മണിയാകുമ്പോൾ ഏകദേശം ഒരു 8 മണിക്കേക്ക് നിങ്ങൾ എക്സാം സെൻറ്ററിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.